നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉംറ തീർത്ഥാടന യാത്രയ്ക്കും മദീന സന്ദർശനത്തിനും താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി സൗദി അറേബ്യ. സൗദി വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. വിവിധ രാജ്യങ്ങളിൽ കൊറോണ വൈറസ് അഥവാ COVID-19 പടർന്നു പിടിച്ച സാഹചര്യത്തിലാണ് സൗദി നടപടിയെടുത്തിരിക്കുന്നത്. നിലവിൽ സൗദിയിൽ കൊറോണ വൈറസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ചൈനയിൽ കൊറോണ വൈറസ് മൂലമുള്ള മരണനിരക്കിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളിൽ ഓരോ ദിവസവും സ്ഥിതിഗതികൾ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഉംറ തീർത്ഥാടനം സൗദി താൽക്കാലികമായി നിർത്തിവച്ചത്. ഇറാനിലടക്കം കൊറോണ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് സൗദിയുടെ തീരുമാനം എന്നതും വ്യക്തമാണ്. സൗദി വിദേശകാര്യ മന്ത്രാലയമാണ് ഉംറ തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവെച്ചതായി അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയത്. ഇതിനെ തുടർന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ ഉംറ യാത്രയ്ക്കായി തീർത്ഥാടകരെ മടക്കി അയക്കുകയുണ്ടായി. വൈറസ് ബാധ സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റ് വിസ ഉടമകൾക്കും പ്രവേശനം നിഷേധിക്കുമെന്നാണ് അറിയിപ്പ്. പ്രതിവർഷം 7 ദശലക്ഷം ഉംറ തീർത്ഥാടകരാണ് രാജ്യം സന്ദർശിക്കുകയെന്നാണ് കണക്കുകൾ. ഗൾഫിലാകെ ഇതുവരെ 211 പേർക്ക് കൊറോണ ബാധയേറ്റതായാണ് വിവരം. ഇറാനിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ ആരോഗ്യ സഹമന്ത്രിക്ക് ഉൾപ്പെടെ കൊറോണ ബാധിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്നെത്തിയവരോ അവരുമായി സമ്പർക്കം പുലർത്തിയവരോ ആണ് മധ്യപൂർവ്വ ദേശത്തെ മറ്റു രാജ്യങ്ങളിൽ രോഗികളായവരിൽ അധികവുമെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സൗദിയുടെ നിയന്ത്രണം. കൊറോണ വൈറസ് ബാധയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിലെ സ്ഥിതി വിലയിരുത്തുന്നതിനായി ഗൾഫ് രാജ്യങ്ങളുടെ അടിയന്തര യോഗം സൗദി തലസ്ഥാനമായ റിയാദിൽ ചേർന്നെന്നും. ഇറാനിൽ ഇതുവരെ 139 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ. 19 മരണങ്ങളാണ് ബുധനാഴ്ച വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതേസമയം ശരിയായ വിവരങ്ങൾ ഇറാൻ പുറത്തുവിടുന്നില്ലെന്ന ആക്ഷേപങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നുണ്ട്. UAE-യിൽ 13 പേർക്കാണ് ഇതുവരെ കൊറോണ സ്ഥിരീകരിച്ചത്. ഇവരിൽ 3 പേർ ഇതിനോടകം തന്നെ സുഖം പ്രാപിക്കുകയുണ്ടായി. വൈറസിനെ നേരിടാൻ സുസജ്ജമാണെന്നും UAE അറിയിച്ചിരുന്നു. രോഗം സ്ഥിരീകരിച്ചവരുടെ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ച UAE കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ മറ്റു രാജ്യങ്ങൾ അഭിനന്ദിക്കുകയുണ്ടായി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കുവൈറ്റിൽ ബുധനാഴ്ച വരെ രാജ്യത്ത് 25 പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയുണ്ടായി. പുതിയതായി 13 കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ബഹ്റൈനിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ച 26 പേരും ഇറാനിൽ നിന്ന് എത്തിയവരാണ്. ഫെബ്രുവരിയിൽ ഇറാൻ സന്ദർശിച്ചവരെല്ലാം സ്വമേധയാ പരിശോധനയ്ക്ക് തയ്യാറാവണമെന്ന് ബഹ്റൈൻ അധികൃതർ അറിയിക്കുകയുണ്ടായി. ഒമാനിൽ പുതിയ 2 കേസുകൾ ഉൾപ്പെടെ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.